40 വയസ്സിന് ശേഷം നമ്മുടെ എല്ലുകളുടെയും പേശികളുടെയും ഒക്കെ ബലം കുറവുണ്ടാവും, അല്ലെങ്കിൽ അതിനൊരു വീക്ക്നെസ് സംഭവിക്കും. അപ്പോൾ നമുക്ക് നടക്കാനും ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ ഒക്കെ പെട്ടെന്ന് ശരീരം കുഴഞ്ഞു പോകുന്ന പോലെയും വേദന അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട്. ഇപ്പം സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ പീരീഡ്സ് നിന്ന സമയത്ത് അല്ലെങ്കിൽ പീരീഡ്സ് നിൽക്കാറാകുമ്പോഴേക്കൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ഈ ജോയിൻറ്റ് പെയിൻസ്, എല്ലാ ചെറിയ ചെറിയ ജോയിൻറ്റ്സിൽ നിന്നും ഭയങ്കരമായിട്ട് വേദന അനുഭവപ്പെടുക. അതിനോടൊപ്പം തന്നെ ശാരീരികമായിട്ട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സ്ത്രീകൾക്ക് അനുഭവിക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് പുരുഷന്മാർക്കായാലും ഒരു 40-45 അല്ലെങ്കിൽ ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള എല്ലുകളുടെയും പേശികളുടെയും അതേപോലെ തന്നെ ജോയിൻസിൻ്റെയും ഒക്കെ ആ ഒരു കട്ടി കുറയുകയും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്ട്രെങ്ത് കുറഞ്ഞിട്ട് നമുക്ക് വേദനയും നീർക്കെട്ടുകളും ഒക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യുന്ന എന്താ, ഈ വേദന വരുമ്പം വേദന സംഹാരി ഗുളികകൾ കഴിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും തൈലമോ അല്ലെങ്കിൽ ഓയിലോ ഒക്കെ പുരട്ടിയിട്ട് ആ വേദന താൽക്കാലികമായിട്ട് ശമിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ ഭക്ഷണം ക്രമീകരിക്കുകയോ കൃത്യമായിട്ടൊരു വ്യായാമങ്ങൾ ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്യാറുണ്ടാവില്ല. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു വീഡിയോ ഡിസ്കഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഈ എല്ലുകളുടെയും പേശികളുടെയും ഒക്കെ ആ ഒരു സ്ട്രെങ്ത്തും അല്ലെങ്കിൽ അവരുടെ ആ ഒരു പവർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഭക്ഷണം കൃത്യമായിട്ട് ക്രമീകരിക്കണം, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പം ഭക്ഷണം കൃത്യമായിട്ട് ക്രമീകരിച്ചാലേ ഉള്ളൂ ഈ എല്ലുകൾക്കും പേശികൾക്കും ഒക്കെ ഉള്ള ഒരു സ്ട്രെങ്ത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു എല്ലുകളുടെയും പേശികളുടെയും അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന നാഡികൾക്കും കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്ഥിക്കും ഒക്കെ ഉണ്ടാവുന്ന സ്ട്രെങ്ത് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ടതായിട്ടുള്ള ആഹാരങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. എപ്പോഴും നമ്മൾ സമീകൃതമായിട്ട് അല്ലെങ്കിൽ ഒരു ബാലൻസ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളിപ്പം പല അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് മെഡിസിൻസ് കഴിക്കുന്നുണ്ടാവും. ഇപ്പോൾ കൊളസ്ട്രോൾ ആവട്ടെ, ഷുഗർ ആവട്ടെ, പ്രഷറിനൊക്കെ മെഡിസിൻസ് കഴിക്കുന്നുണ്ടാവും. അപ്പോൾ പലരും ചിന്തിക്കുന്നത് ഇത് മരുന്ന് ഇങ്ങനെ കാലങ്ങളായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഉണ്ടാവത്തില്ല, അതങ്ങനെ തന്നെ കൺട്രോൾ ആയിക്കോളും, അല്ലെങ്കിൽ അസുഖങ്ങൾ കൺട്രോൾ ആയിക്കോളും എന്നായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. ചിലർക്കൊക്കെ ഉദാഹരണം ഈ തൈറോയിഡിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ മെഡിസിൻസ് ഇങ്ങനെ കഴിക്കും, പക്ഷെ അവരുടെ സിംറ്റംസിനൊന്നും യാതൊരു രീതിയിലുള്ള മാറ്റങ്ങളും കാണാറില്ല. കാരണം എന്താണ്, അവർ ഭക്ഷണം കൃത്യമായിട്ട് ക്രമീകരിക്കുന്നില്ല. അപ്പം നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഭക്ഷണം കൃത്യമായിട്ട് ക്രമീകരിച്ചു കൊണ്ടുവരിക, അതിനോടൊപ്പം തന്നെ വ്യായാമങ്ങളും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ ഭക്ഷണം ക്രമീകരിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് അല്ലെങ്കിൽ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരം കുറയ്ക്കണം, അല്ലെങ്കിൽ എണ്ണ പലഹാരങ്ങൾ കുറയ്ക്കണം, ബേക്കറി പലഹാരങ്ങളൊക്കെ കുറയ്ക്കണം എന്നാണ്. അത് കുറയ്ക്കുക മാത്രമല്ല, അതിനോടൊപ്പം തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഡെയിലി ചോറും അതേപോലെ തന്നെ ഉപ്പേരിയും അല്ലെങ്കിൽ തോരനും ഒക്കെ കഴിക്കുന്നുണ്ടാവും, പക്ഷെ അതിൽ എത്രത്തോളം കാൽഷ്യം ഉണ്ട്, എത്രത്തോളം വൈറ്റമിൻ ഉണ്ട്, എത്രത്തോളം മിനറൽസ് ഉണ്ട് നമുക്ക് പറയില്ല. നമ്മുടെ ശരീരത്തിലെ ന്യൂട്രിയൻ ലെവൽ അല്ലെങ്കിൽ മിനറൽസിൻ്റെ ഒക്കെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ക്രമീകരണമായിട്ടുള്ള അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ കൊണ്ടുവരണം. അതിൽ ഒന്നാമത്തേത് നല്ല ഇനം കൊഴുപ്പുകളാണ്, അല്ലെങ്കിൽ ഫാറ്റി ഫിഷസ് നന്നായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. ഫാറ്റി ഫിഷസ് അല്ലെങ്കിൽ omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ചെറു മത്സ്യങ്ങൾ നന്നായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. മത്സ്യങ്ങൾ അതേപോലെ തന്നെ എഗ് ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ചെറിയ മത്സ്യങ്ങൾ നിങ്ങൾക്ക് അയല, മത്തി, നെത്തോലി, ഇതൊക്കെ അത്യാവശ്യം നമ്മുടെ എല്ലുകളുടെ വളർച്ചയ്ക്കും അല്ലെങ്കിൽ എല്ലുകളെ കവർ ചെയ്തിട്ടുള്ള തരുണാസ്ഥിൻ്റെ ഡാമേജ് കുറയ്ക്കാനും അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള ആ ഒരു തേയ്മാനം റെഡ്യൂസ് ചെയ്യാനും ഇൻഫ്ലമേഷൻസ് കുറച്ചെടുക്കാനും അതോടൊപ്പം തന്നെ വേദന, നീർക്കെട്ടുകളൊക്കെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ ഈ പറഞ്ഞിട്ടുള്ള നല്ല ഇനം കൊഴുപ്പുകൾ അല്ലെങ്കിൽ omega-3 ഫാറ്റി ആസിഡ്സ് സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തേത് പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻസ് യൂഷ്വലി നമ്മുടെ ശരീരത്തിലെ വിശപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ തന്നെ വിശപ്പ് നിയന്ത്രിച്ചു കൊണ്ടുവരാനും അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും അതേപോലെ മസിൽ മെറ്റബോളിസത്തിനും ഒക്കെയാണ് സഹായിക്കുന്നത്. ഈ മസിൽ മെറ്റബോളിസം അല്ലെങ്കിൽ മസിൽ ഡെവലപ്മെൻറ്റ്സിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ എല്ലുകൾക്ക് ചുറ്റും കവർ ചെയ്തിട്ടുള്ള മസിൽസ് വീക്കായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉളുക്ക് വരും. ഇപ്പോൾ കൈകൾ എവിടെയെങ്കിലും ഒന്ന് തട്ടിപ്പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് സ്പ്രെയിൻ സംഭവിച്ചു കഴിഞ്ഞോ അല്ലെങ്കിൽ അവിടെ ഉളുക്ക് സംഭവിക്കും. മസിൽസിൻ്റെ സ്പ്രെയിൻ സംഭവിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വേദന പെട്ടെന്ന് വരും. ആ വേദന പിന്നെ കാലങ്ങളായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ ചാൻസസുകളുണ്ട്. അപ്പോൾ ആ മസിൽ സ്പ്രെയിൻ കുറയ്ക്കാനും അല്ലെങ്കിൽ മസിൽസിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പ്രോട്ടീൻസിൽ നിങ്ങൾക്ക് എന്തൊക്കെ കഴിക്കാം? മുട്ട കഴിക്കാവുന്നതാണ്, അതായത് കോഴിമുട്ട കഴിക്കാവുന്നതാണ്. ഡെയിലി ഒരു 1-2 വെച്ച് കഴിക്കുക. പക്ഷെ നിങ്ങൾക്ക് കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടീഷൻസ് ഉള്ള ആളുകളാണെങ്കിൽ, ലൈക്ക് നിങ്ങളിപ്പോൾ വെയിറ്റ് ഗെയിൻ ഒക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അതിനെ ഒരു കൺട്രോൾ വെക്കുക. ഡെയിലി 2 കഴിക്കുന്നതിന് പകരം 1 കഴിക്കാവുന്നതാണ്. വേറെ ഒരു കണ്ടീഷൻസും ഇല്ല, നിങ്ങൾ ഭയങ്കര ഹെൽത്തി ആണ്, ഈ ഒരു ജോയിൻറ്റ് റിലേറ്റഡ്
റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് എഗ്ഗ് ഡെയിലി ബേസിസിലൊക്കെ കഴിക്കാം. ഇനി ഇതിങ്ങനെ കഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബോയിൽ ചെയ്ത് കഴിക്കാം. ബോയിലിംഗ് പീരീഡ് ഒരു 5 മിനിറ്റിൽ കൂടാൻ പാടില്ല. 5 മിനിറ്റിനുള്ളിൽ അത് ബോയിൽ ചെയ്തിട്ട് കഴിക്കാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അത് ബോയിൽ ചെയ്ത് നന്നായി ചോപ്പ് ചെയ്തതിന് ശേഷം വെജിറ്റബിൾസ് കൂടുതൽ ആഡ് ചെയ്തിട്ട് ഒരു സാലഡ് ഫോമിൽ ഒലിവ് ഓയിലൊക്കെ മിക്സ് ചെയ്ത് സാലഡ് ഫോമിൽ കഴിക്കുമ്പോൾ നമ്മുടെ വെയിറ്റ് കുറയുകയും ചെയ്യും, ജോയിൻസിലേക്കുള്ള സ്റ്റിഫ്നെസ് കുറയ്ക്കും, പെയിൻ സ്വെല്ലിങ് കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യും. അതിനോടൊപ്പം തന്നെ നമുക്ക് വയർ ഫുൾഫിൽ ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. അതായത് അപ്പറ്റൈറ്റ് കൺട്രോൾ ചെയ്യാനും വിശപ്പ് ഒന്ന് നിയന്ത്രിച്ച് കൊണ്ടുവരാനും ഈ പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻസ് സഹായിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് പ്രോട്ടീൻസിൽ നിങ്ങൾക്ക് ധാന്യങ്ങൾ കഴിക്കാം. അതിപ്പോൾ കടല, മുതിര, ചെറുപയർ, പരിപ്പ് പോലത്തെ ഇത്തരം ധാന്യങ്ങൾ നന്നായിട്ട് ഭക്ഷണത്തിലോ അല്ലെങ്കിൽ നിങ്ങളത് പൊടിച്ചിട്ട് ഒരു അരിപ്പൊടി ഫോമിലൊക്കെ കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഈ എള്ളൊക്കെ നന്നായിട്ട് പൊടിച്ചിട്ട് ഇതുപോലെ തന്നെ വറുത്ത് പൊടിച്ചിട്ട് ശർക്കരയും തേങ്ങയും ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അനീമിയയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രക്തക്കുറവിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ക്ഷീണം, തളർച്ച പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. മൂന്നാമത്തേത് പച്ചക്കറികളാണ്. പച്ചക്കറികളിൽ നിങ്ങൾക്ക് ഇലക്കറികൾ ധാരാളം കഴിക്കുക. അതിൽ ചീര കഴിക്കാം, മുരിങ്ങയില, അതേപോലെ തന്നെ പാലക് ചീരയൊക്കെ നന്നായിട്ട് കഴിക്കുക. ഇതിൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എല്ലുകൾക്കും പേശികൾക്കും സ്ട്രെങ്ത് കൊടുക്കാനും അല്ലെങ്കിൽ എല്ലുകളിലേക്ക് കാൽഷ്യം എത്തിക്കാനും അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാനും ഒക്കെ വൈറ്റമിൻ ഡിന്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നന്നായിട്ട് കഴിക്കുക. അതിൽ ഈ പറഞ്ഞിട്ടുള്ള ലീഫി വെജിറ്റബിൾസ് ഉൾപ്പെടുത്താവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നട്ട്സ് ഒക്കെ കഴിക്കാവുന്നതാണ്. നട്ട്സ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ആൽമണ്ട്, വാൽനട്ട്സ്, പിസ്ത, ഇതൊക്കെ മെയിൻലി ഫൈബർ റിച്ച് ആണ്. സോലിബിൾ ഫൈബേഴ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഈ സോലിബിൾ ഫൈബേഴ്സ് അല്ലെങ്കിൽ ഇൻസോലിബിൾ ഫൈബേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വയറിൻ്റെ ആ ഒരു കൊഴുപ്പ് നിയന്ത്രിച്ച് കൊണ്ടുവരാനും ഈ കുടവയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിയന്ത്രിച്ച് കൊണ്ടുവരാനും ഈ വിശപ്പിൻ്റെ ടെൻഡൻസീസ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വിശപ്പ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വിശപ്പിൻ്റെ കാഠിന്യം കുറച്ച് കൊണ്ടുവരാനും വെയിറ്റ് ലോസിനും ഹെൽപ്ഫുൾ ആണ്. മെജോറിറ്റി ഓഫ് ഈ ജോയിന്റ് കംപ്ലയിൻസും വരുന്നതിൻ്റെ മെയിൻ കോസ് എന്ന് പറയുന്നത് നമുക്ക് വെയിറ്റ് കൂടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ശരീരഭാരം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ജോയിൻസിലേക്ക് പെയിൻ വരും, ഒരു പ്രഷർ വന്നിട്ട് നമുക്കൊരു സ്റ്റിഫ്നെസ്സും സ്വെല്ലിംഗ് ബുദ്ധിമുട്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പെയിൻ കുറയ്ക്കണമെങ്കിൽ നമ്മൾ ആദ്യം ശരീരഭാരം നിയന്ത്രിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിൽ ഈ പറഞ്ഞിട്ടുള്ള നട്ട്സ് ആഹാരങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. ഇത് ആ ഒരു ബോൺ സ്റ്റിഫ്നെസ് കുറയ്ക്കാനും അതിനോടൊപ്പം തന്നെ കാർട്ടിലേജിൻ്റെ ഹെൽത്ത് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. ഇനി അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡയറി പ്രൊഡക്ട്സുകൾ ഉൾപ്പെടുത്താവുന്നതാണ്. അതായത് അധികം ഫാറ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ലോ ഫാറ്റ് ഡയറി പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യുക. പാലൊക്കെ ആണെങ്കിൽ കൊഴുപ്പ് മാറ്റിയിട്ടുള്ളത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ചിലർക്കൊക്കെ ഈ പാലിനോടൊരു ഇൻടോളറൻസ് വരും, അല്ലെങ്കിൽ പാലൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു വോമിറ്റിംഗ് അല്ലെങ്കിൽ നോസിയേറ്റിംഗ് ഫീലിംഗ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തൈര് ഉൾപ്പെടുത്താവുന്നതാണ്. തൈര്, മോര് അല്ലെങ്കിൽ യോഗേർട്ട് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ സാലഡ്സിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രോബയോട്ടിക് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വിശപ്പ് നിയന്ത്രിച്ച് കൊണ്ടുവരാനും ഹെൽപ്ഫുൾ ആണ്. സ്കിന്നിൻ്റെ ഗ്ലോയ്ക്കും അല്ലെങ്കിൽ ഈ ഡ്രൈനെസ്, ഡാൻഡ്രഫ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ഔട്ട് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഡയറി പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ശരീരത്തിലെ ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ സ്വെല്ലിംഗ് അല്ലെങ്കിൽ നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മഞ്ഞളും അതേപോലെ തന്നെ ഇഞ്ചിയും ഉൾപ്പെടുത്താവുന്നതാണ്. കുർക്കുമിൻ കണ്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ജോയിൻസിന് ചുറ്റുമുള്ള ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ നീർക്കെട്ടുകൾ, നമ്മളിപ്പം നീ ജോയിൻസ് അല്ലെങ്കിൽ മുട്ടിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചില ആളുകൾക്കൊക്കെ ഭയങ്കരമായിട്ട് നീര് വെച്ചിരിക്കുന്നത് കാണാം. ചിലപ്പോൾ അതൊരു റെഡിഷ് ഡിസ്കളറേഷൻസ് പോലെയൊക്കെ കാണുന്നുണ്ടാവും. അവിടെ ആ മസിൽസ് എഫക്റ്റഡ് ആയതുകൊണ്ടും അതേപോലെ തന്നെ ജോയിൻസ് എഫക്റ്റഡ് ആയതുകൊണ്ടുമാണ് ഇൻഫ്ലമേഷൻസ് കാണിക്കുന്നത്. അപ്പോൾ ആ ഇൻഫ്ലമേഷൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മഞ്ഞൾ ഉൾപ്പെടുത്താവുന്നതാണ്. അത് വെയിറ്റ് ലോസിനും ശരീരത്തിലെ ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സിനൊക്കെ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആണ്. ഇനി അതിനോടൊപ്പം തന്നെ നിങ്ങൾ ചായ, കാപ്പി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അതിൽ നിന്നും കുറച്ചൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കൂടുതൽ ഗ്രീൻ ടീ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക. ഗ്രീൻ ടീയിൽ ഈ പറഞ്ഞിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റ് മീൻസ് നമ്മുടെ കോശങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ഫ്രീ റാഡിക്കൽസ് അല്ലെങ്കിൽ ടോക്സിൻസിനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനാണ് ആൻറ്റി ഓക്സിഡൻസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രീൻ ടീ ഒക്കെ ഈ പറഞ്ഞിട്ടുള്ള ജോയിൻസിന് ചുറ്റുമുള്ള ഫ്രീ റാഡിക്കൽസിനെ കുറയ്ക്കാനും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറച്ച് കൊണ്ടുവരാനും പെയിൻ, സ്വെല്ലിംഗ് കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനും സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ നിങ്ങളെ ഭക്ഷണത്തിൽ ഈ പറഞ്ഞിട്ടുള്ള ആഹാരങ്ങൾ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ ഈ മൈദ അല്ലെങ്കിൽ ബേക്കറി പലഹാരങ്ങൾ, ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള
ആഹാരങ്ങളൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുക. പിന്നെ മധുര പലഹാരങ്ങളൊക്കെ കഴിക്കുക, അല്ലെങ്കിൽ കൂടുതൽ ഷുഗറി റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതും റെസ്ട്രിക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക. കലോറി കൂടിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതിന് പകരം ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള കൂടുതൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്യും, ജോയിൻസിൻ്റെ സ്റ്റിഫ്നെസ്, പെയിൻ, സ്വെല്ലിംഗ് ഒക്കെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. പിന്നെ നിങ്ങൾ എക്സസൈസ് പാർട്ട് ശ്രദ്ധിക്കുമ്പം നിങ്ങൾക്ക് ഒരു എക്സസൈസ് ചെയ്തിട്ട് പെയിൻ ഫീൽ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ വൺസ് ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പെയിൻ്റെ ഇൻറ്റൻസിറ്റി അഗ്രവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ എക്സസൈസ് പോർഷൻ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക. നിങ്ങൾക്ക് പെയിൻ അങ്ങനത്തെ ഫീലിങ്സ് ഒന്നും തന്നെ ഇല്ല, നമുക്കൊരു എന്താ പറയുക റിലീഫ് ഫീലിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ആ എക്സസൈസ് പാർട്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഈ സ്ട്രെങ്തനിങ്, സ്ട്രെച്ചിങ് പോലത്തെ വർക്കൗട്ടുകൾ ചെയ്യാൻ ശ്രമിക്കുക. മുട്ടുവേദനയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ, കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ ആ ഒരു ലെഗ് പോർഷൻ ഒന്ന് ബെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനത്തെ എന്തെങ്കിലും സ്ട്രെച്ചിങ്, സ്ട്രെങ്തനിങ് വർക്കൗട്ടുകൾ നമ്മൾ ഇരിക്കുന്ന പ്ലേസിലോ അല്ലെങ്കിൽ നിൽക്കുന്ന പ്ലേസിൽ നിന്ന് തന്നെ ഒരു ഡെയിലി ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്റ്റിഫ്നെസ് കുറയ്ക്കാനും പെയിൻ, സ്വെല്ലിംഗ്, ഇൻറ്റൻസിറ്റീസ് ഒക്കെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. സോ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു ഡെയിലി റൂട്ടീൻ പോലെ ലൈഫിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ എല്ലുകൾക്കും പേശികൾക്കും ഒരു സ്ട്രെങ്ത് നമുക്ക് കൂട്ടിയെടുക്കാവുന്നതാണ്. സോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്